ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കീബോർഡ് മൗസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ സാധനം നമ്മൾ ആമസോണിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തില്ല, ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തായാലും അൺബോക്സിങ്ങിലോട്ട് പോകാം. സാധനത്തിന് നമ്മൾ എന്തായാലും അൺബോക്സിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. നമ്മളെ സീബ്രോണിക്സിന്റെ കീബോർഡും മൗസുമാണ്. ഇത് ബ്ലാക്ക് ആണ്, ഇതിന്റെ വൈറ്റും ഉണ്ട്. അപ്പോൾ വേണമെന്നവർക്ക് അത് ഓർഡർ ചെയ്യാം. ഇതിന്റെ വില വന്നിട്ട് 1049 രൂപയാണ്. പാക്കിംഗ് ഒക്കെ കൊള്ളാം, അത്യാവശ്യം ഓക്കെയാണ്. ഇന്നലെ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നല്ല പാക്കിംഗ് ഒക്കെ. നല്ല മൗസ് സെപ്പറേറ്റ്, നല്ല മൗസ് സെപ്പറേറ്റ്, നല്ല കീബോർഡ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു നമ്മൾ ഈ ഒരു കീബോർഡിൻ്റെ ഇതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാണുമെന്ന് വിചാരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് കീബോർഡ് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ കീബോർഡ്. ഓക്കെ, ഇതാണ്ട് ഇതിവിടെ നമ്മളെ ഒരു മെറ്റാലിക് ആണ്. ഇതാണ് ഇത് നമ്മളൊരു മെറ്റാലിക് ഒരു ഫിനിഷിംഗ് ആണ്. പിന്നെ കീയൊക്കെ പ്രസ് ചെയ്യുന്ന ഒരു സൗണ്ടൊക്കെ എന്തായാലും കൊള്ളാം. പിന്നെ നമ്മുടെ ഈ ഒരു ഒയറിൽ വന്ന് നമ്മൾ നോർമൽ ടൈപ്പ് അല്ല, അതിൽ ഒരു ചെറിയൊരു കോട്ടിങ്, ഒരു ക്ലോത്ത് കോട്ടിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒയർ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് വിടാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ നോർമൽ കീബോർഡാണ് നമ്മളിപ്പോൾ നമ്മളെ ഈ ഒരു PC കണക്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, കുരുങ്ങിയാട്ടോ. അപ്പം അത്യാവശ്യം നല്ല വേറെ ലെങ്ത് കുഴപ്പമില്ലാത്ത ലെങ്തൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതാണ് സാധനം. അടിപൊളി സാധനം. എനിക്കാണ് ഈ ഒരു ടൈപ്പിങ്ങിൻ്റെ സൗണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല വലിയ കുഴപ്പമില്ല, സൈലൻ്റ് ആയിട്ട് ഈ ഒരു ലൈറ്റ് തന്നെ. ഓക്കെ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഓറഞ്ചും പച്ച നീല. എനിക്ക് ഇത് മാറത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു കളർ ഇങ്ങനെ തന്നെ ആയിരിക്കും, പെർമനൻ്റ് ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു RGB കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇത്രയൊക്കെ ഇത് ചെയ്തിട്ട് പറയാം. ഈ ബാക്കിയുള്ള കീകളൊക്കെ ഓക്കെയാണ്. ഈ ഫേസിൽ മാത്രം അത്യാവശ്യം നോയ്സ് ആയിട്ടുള്ള, ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ല, സൈലൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ കീബോർഡ് എന്തായാലും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് കുത്തി കമ്പ്യൂട്ടറിൽ എന്താണെന്ന്. അപ്പോൾ കീബോർഡ് എന്തായാലും ഓക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ മൗസ് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ മൗസ്. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് മൗസ്, സീബ്രോണിക്സിൻ്റെ. ഇതിൻ്റെ വൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇതിനോട് എനിക്ക് വൈറ്റ് അത്ര ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെ ഓർഡർ ചെയ്തത്. താല്പര്യമൊക്കെ എന്തായാലും ആമസോണിൽ പോയി ബൈ ചെയ്യാൻ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് വൃത്തിയായിട്ട് തോന്നി. പിന്നെ നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടാകും ഈ ഒരു ട്രാൻസ്ഫോമർ കിറ്റിന്, നമ്മുടെ ഈ ഒരു കീബോർഡിൻ്റെ മൗസിൻ്റെ. നമുക്കിനി മൗസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അയ്യോ മോളെ മൗസ് ഇതാണ് മൗസ്. ഇത് മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഇത് താനെ മാറിക്കോളും. ഇതാണ് നമ്മുടെ മൗസ് സെറ്റപ്പ്. ഇതിപ്പോൾ ഞാൻ അവസാനം ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇട്ടേക്കാം. എനിക്ക് തന്നെ മൗസൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ഇതുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് ഗെയിമിങ്ങിൻ്റെ ആ ഒരു മൗസിൽ അറിയില്ല, ഇവിടെ രണ്ട് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നോർമൽ രണ്ട് സ്വിച്ച് നമുക്കൊന്ന് അടിപൊളി. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഉടനെ കാണിച്ചു തരാം. അപ്പോൾ മൗസ് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. താനെ തന്നെ കളർ മാറിക്കോളും. പിന്നെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കളറല്ല, ജസ്റ്റ് ഇങ്ങനെ ഓരോ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും മൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഓവറോൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളാണ്ട് ഈ ഒരു മൗസും കീബോർഡെല്ലാം സെറ്റൊക്കെ ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ടൈപ്പിങ്ങും പിന്നെ അതുമാത്രമല്ല ഈ ഒരു മൗസിൻ്റെ ഈ ഒരു
മൂവ്മെൻറ്റും എല്ലാം എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ഇതിൽ ഈ ഒരു ക്ലോത്തിങ്ങിൻ്റെ കോട്ട് വന്നുകൊണ്ട് തന്നെ ഈ ഒരു ഒയറിന് തന്നെ വലിയ പ്രശ്നമോ കംപ്ലയിൻറ്റോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വരാൻ ചാൻസില്ല. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു കീബോർഡ്, ഈ ഒരു RGB കീബോർഡും പിന്നെ ഈ ഒരു മൗസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വേണമെന്നുള്ളവർക്ക് എന്തായാലും ബൈ ചെയ്യാം, ആമസോണിൽ നിന്ന് ബൈ ചെയ്യാം. പിന്നെ അതുകൊണ്ട് ഈ ഒരു സ്വിച്ചൊക്കെ തന്നെ ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഓവറോൾ എൻ്റെ ഒരു വ്യൂവിൽ നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നി. അവർ ആ റേറ്റിംഗ് അനുസരിച്ച് തന്നെ ഈ ഒരു പ്രൈസിന് നല്ല വെർത്തായിട്ടുള്ള പ്രോഡക്റ്റായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് എന്തായാലും പോയി ബൈ ചെയ്യാം, നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിംഗ് പീസിൻ്റെ ബാക്കി ഫുള്ള് വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മൾ മാറ്റിയിട്ടായിരിക്കും. ബൈ, ടാറ്റാ.